ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളിലാണ് ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ ഇന്ന് വിധി പറഞ്ഞത്. ഈ വർഷം ഓഗസ്റ്റ് 3-നാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനുമതി നൽകിയത്. മനുഷ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് കഴിഞ്ഞ വർഷം ജൂലൈ 15-നും ഓഗസ്റ്റ് 15-നും ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഹസീനയുടെ സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നതാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം. കൊലപാതകം, വധശ്രമം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവ ചുമത്തിയാണ് വധശിക്ഷ വിധിച്ചത്. 2024-ലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ നടന്ന കൊലപാതകങ്ങളുടെ സൂത്രധാരി എന്നാണ് ട്രൈബ്യൂണൽ അവരെ വിശേഷിപ്പിച്ചത്. കൊലപാതകങ്ങൾക്ക് ഹസീന നേരിട്ട് ഉത്തരവിട്ടെന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. 5 പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്നുവെന്നും ഒരാൾക്ക് പരിക്കേറ്റു എന്നുമാണ് കുറ്റപത്രത്തിലുള്ളത്. ആ 5 പേരുടെയും മൃതദേഹങ്ങൾ കത്തിച്ചുവെന്നും ഒരു പ്രതിഷേധക്കാരനെ ജീവനോടെ കത്തിച്ചുവെന്നും ഇതിൽ ആരോപിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലുള്ള ഷെയ്ഖ് ഹസീനയുടെയും അസദുസമാൻ കമാലിന്റെയും സ്വത്തുക്കൾ കോടതി കണ്ടുകെട്ടി. ഷെയ്ഖ് ഹസീനയും അസദുസമാൻ കമാലും കഴിഞ്ഞ 15 മാസമായി ഇന്ത്യയിൽ താമസിച്ചു വരികയാണ്. ഇരുവർക്കും അഭയം നൽകുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു.